ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മമ്മൂക്കായി ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരേണ്ട ആവശ്യം എന്താണ്? നമ്മൾ ലക്ഷ്മിപ്രിയയുടെ വിഷയം തന്നെയാണ്. ഉഷ ഹസീന, ഉഷ എന്നാണ് നമ്മൾ സിനിമയിലൊക്കെ അറിയപ്പെടുന്നത്. ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. കിരീടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ കൂടെ. അതുപോലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടിയാണ് ഈ പറയുന്ന ഉഷ. എല്ലാവർക്കും ഉഷ എന്ന് പറഞ്ഞാൽ അറിയും. ഉഷയുടെ ഫുൾ പേര് ഉഷ ഹസീന എന്നാണ്. അമ്മയിൽ നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ ഈ ഉഷ. ഉഷ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. മറ്റുള്ള ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് പോലെ ഒന്നും ചാടിക്കടിക്കാൻ വരുന്ന പോലോ അല്ലെങ്കിൽ അതിന് കഥകൾ ഉണ്ടാക്കിയോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. കൃത്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മയിലെ ഓരോരോ വിഷയങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അദാനിയുടെ സാന്നിധ്യം, അദാനിയുടെ സ്പോൺസർഷിപ്പ്. അപ്പം ഈ അദാനിക്കല്ല മലയാള സിനിമയിൽ എന്താണ് കാര്യമെന്ന് നമ്മളെല്ലാവരും പലരും ചിന്തിക്കുന്നുണ്ട്. സിനിമയിലേക്കും ഒരു കടന്നുകയറ്റം അദാനി നടത്തുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണല്ലോ മലയാള സിനിമയിൽ അദാനിയുടെ ഫണ്ട് തരും, അദാനി ഫണ്ട് തരും എന്ന് പറയുന്നത് തന്നെ. അപ്പം അവർ സിനിമയിലേക്ക് തന്നെ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിലേക്ക്. അതുപോലെ തന്നെ അമ്മയിലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്കത് കേട്ട് കേട്ട് റിയാക്ട് ചെയ്തു പോവാം. കുറെ ഉണ്ട്. അതിനെ തുടർന്ന് വരുന്ന വാർത്തകളെല്ലാം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഓഫീസിൽ ഒരു സംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നാണക്കേടായി. അമ്മ എന്ന് പറയുന്ന സംഘടന വല്ലാത്ത നാണക്കേടില്, സ്ത്രീകളായ നമുക്ക് ആർട്ടിസ്റ്റുകളാണെന്ന് അമ്മയിലെ അംഗമാണ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ. അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ അധോലോകം പോലെയൊക്കെയാണ് അതിനകത്ത്. ഒരു മാനേജർ വന്ന് പറയുന്നു അവരെ കുറിച്ചുള്ള സെക്രട്ടറി അവരെ പിരിച്ചുവിട്ടതിന്റെ പിന്നിൽ ഇതാണ് കാര്യം. ട്രഷററെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ട്രഷറർ പിന്നെ ആ മെസ്സേജിനെ കുറിച്ച് സെക്രട്ടറി അവരെ അങ്ങനെ അയാളൊരു പാവം ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പറയുന്നു ഈ സെക്രട്ടറി മാനേജറുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ സെക്രട്ടറി നിർബന്ധിച്ചു. ഫുള്ളി അവിഹിതം. അമ്മയുടെ ഓഫീസിലും അവിഹിതം. പറഞ്ഞു വരുമ്പോൾ ഈ സെക്യൂരിറ്റി തന്നെ പോയി പറയുന്നത് അമ്മയുടെ അവിടുത്തെ സെക്രട്ടറിയും മാനേജറും തമ്മിൽ അവിഹിതം. അങ്ങനെ റിസപ്ഷനിസ്റ്റും വേറൊരാളും തമ്മിൽ അവിഹിതം. മൊത്തത്തിൽ അവിഹിതം എന്നുവെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇതിനു മുമ്പ് മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെന്റ് ഇവരെല്ലാം ആ അമ്മയിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മ സത്യം പറഞ്ഞാല് അവരത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു. നമ്മളെല്ലാവരും കളിയാക്കുമായിരുന്നു എങ്കിലും പക്ഷെ അവർ കൃത്യമായിട്ട് ഈ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ ഒഴിവാക്കി നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ തലപ്പത്ത് വരണം എന്ന് പറഞ്ഞിട്ടാണ് ശ്വേതാ മേനോനെയും അതുപോലെ ഒരുപാട് ലേഡീസിനെയും അവിടെ മെമ്പർമാരായിട്ട് എടുക്കുകയും ശ്വേതാ മേനോനെ പ്രസിഡന്റ് ആക്കി വെക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം അവിടെ ഒരു നാഥനില്ല കളരി പോലെ ആയിരുന്നു അമ്മ എന്നാണ് പറയുന്നത്. അമ്മ നിയന്ത്രിക്കുന്നത് വേറെ ആരൊക്കെയോ ആണെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അമ്മ ഒരു വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയുടെ കയ്യിലായി പോയോ എന്ന് പോലും നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ ശ്വേതാ മേനോനും അതിൽ കുറെ പങ്കുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശ്വേതാ മേനോനെ ഒക്കെ തിരിച്ച് അമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നും ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തിയ ആരെയാണ്? അൻസിബയൊക്കെയാണ് കുറ്റപ്പെടുത്തിയത്. അൻസിബ കാരണമാണ് അമ്മ പിരിച്ചുവിട്ടത്, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ അമ്മയും തമ്മിലുള്ള വിഷയം കൊണ്ടാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നുമല്ല. അതുക്കും മേലെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. കണക്കിലെ വൈരുദ്ധ്യം. കണക്കില്ല ഒന്നിനും. കണക്ക് ഇവർക്ക് കൊടുത്ത കണക്ക് വേറെ, വാട്സപ്പിൽ അയച്ച കണക്ക് വേറെ, അവിടെ വിതരണം ചെയ്ത കണക്ക് വേറെ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഉത്തരം മുട്ടി രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. പ്രസിഡന്റ് വന്നിട്ട് ഈ മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. 1500 രൂപ വീതം നമ്മൾ പെൻഷൻ കൂട്ടിത്തരും. അതിനൊരു സ്പോൺസർ ഉണ്ട്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് എടുക്കത്തില്ല, അതിനൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ എന്തുവാ, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിലാണ്. 4 ദിവസം തായ്ലൻഡിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അടുത്ത ജനറൽ ബോഡി യോഗം തായ്ലൻഡിലാണ്. എന്താന്ന് വെച്ചാൽ ഈ തായ്ലൻഡിൽ പോയിട്ട് ജനറൽ ബോഡി യോഗം കൂടേണ്ട. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയാണല്ലോ, സിനിമാക്കാരുടെ സംഘടനയാണ്. ഇഷ്ടംപോലെ ഫണ്ട് കാണും, എല്ലാം കാണും. പക്ഷെ തായ്ലൻഡിലാണ് നമ്മളുടെ ജനറൽ ബോഡി യോഗം. അടുത്ത ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലായിരിക്കും അതിന്റെ മെയിൻ യോഗമൊക്കെ നടക്കുന്നത് ഇതിന്റെയൊക്കെ.
എന്ന് വെച്ചാൽ ഇത് ഒരു ചുറ്റുന്ന അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്ന പോലുള്ള ഒരു പരിപാടിയാക്കി അത് മാറ്റി എന്നുള്ളതാണ്. ഇനിയിപ്പോ തായ്ലൻഡിൽ പോകുന്നതിന് അതിൽ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടാണോ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും കേരളത്തിലെങ്കിലും ജനറൽ ബോഡി യോഗം കൂടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ജനറൽ ബോഡി യോഗം തായ്ലൻഡിലാണ്, നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മയിൽ വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവരൊക്കെ അവരുടേതായ ധൂർത്തുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന് നമുക്കിത് കേട്ടാൽ നമുക്ക് തോന്നും. ഒരു ജനറൽ ബോഡി യോഗം കൂടുന്നത് തായ്ലൻഡില്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതിന്റെ വേറെ അടുത്ത ജനറൽ ബോഡി യോഗം എവിടെ ആയിരിക്കും? അമേരിക്കയില് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടത്തുന്നത്. എന്ന് വെച്ചാൽ അധോലോക പ്രശ്നമാണല്ലോ അമ്മയിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ ആഗോള തലത്തിലുള്ള വിഷയങ്ങളാണല്ലോ. അപ്പൊ അത് ചർച്ച ചെയ്യണമെങ്കിൽ പല പല രാജ്യങ്ങളിൽ പോലും ചർച്ച ചെയ്താലേ അത് ശരിയാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ അമ്മയിലുള്ളവർക്ക് പെൻഷൻ വിതരണം ചെയ്തിരുന്നു. എന്ന് വെച്ചാല് പഴയ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പൊ അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഇപ്പൊ സിനിമ ഇല്ലാതെ നടക്കുന്നവര് അവർക്കെല്ലാം ഒരു ഈ അമ്മയിൽ നിന്ന് പെൻഷൻ അനുവദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താണ്? പെൻഷൻ കൊടുക്കുക, പക്ഷെ അത് അമ്മയുടെ ഫണ്ടിൽ നിന്നല്ല സ്പോൺസർഷിപ്പിലൂടെയാണ് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ്. ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അമ്മയെന്ന ഒരു വലിയ സംഘടനയാണ്. പക്ഷെ ഈ സ്പോൺസർഷിപ്പ് ആരാണ് ചെയ്യുന്നത്? 1500 രൂപ വെച്ച് കൂട്ടി കൊടുക്കാന്ന് പറയുന്നു. പക്ഷെ അത് അമ്മയുടെ ഫണ്ടിൽ നിന്നല്ല, സ്പോൺസർ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്പോൺസർ ആരാണ്? ആ സ്പോൺസർ എന്തിനാണ് 1500 രൂപ വെച്ച് കൂട്ടി കൊടുക്കുന്നത്? അപ്പം ആ സ്പോൺസർക്ക് തീർച്ചയായിട്ടും അമ്മയിലേക്ക് ഒരു കൈകടത്തൽ നടത്തണം. അതിനുവേണ്ടി തന്നെയാണ്. പക്ഷെ അതെല്ലാം പൊട്ടി പാളീസായി എന്നുള്ളതാണ്. റിപ്പോർട്ടും കണക്ക് വായിച്ചിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തരുന്നത്. അവിടെ ഇരുന്ന് എങ്ങനെ നോക്കാനാ? അത് അവിടെ പ്രിന്റ് ചെയ്ത് വന്ന കണക്ക് വേറെ, ഇവർ വായിച്ച കണക്ക് വേറെ, ഇവർ വാട്സാപ്പിൽ അയച്ചു തന്നത് വേറൊന്ന്. ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു റിപ്പോർട്ടും കണക്കുമാണ് അവരവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ, ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ കണക്കും റിപ്പോർട്ടും ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക? അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിർത്തുക, അവര് പിൻവലിക്കാൻ മാറണം. അതാണ് വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ രാജിക്കുള്ള കാര്യം മെയിൻ ആയിട്ടും ഇതായിരുന്നു, കണക്കിലെ പൊരുത്തക്കേട്. എന്നുവെച്ചാൽ ഇവർക്ക് കറക്റ്റായ കണക്കുകൾ അവിടെയുള്ള ഈ ഭരണസമിതിക്ക്, ഇപ്പോൾ ഉണ്ടായിരുന്ന ഭരണസമിതിക്ക് കറക്റ്റ് കണക്ക് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ വാട്സാപ്പിൽ വന്ന കണക്ക് വേറെ, പിന്നെ ഇവരുടെ കയ്യിൽ അന്ന് കൊടുത്തിരുന്ന കണക്ക് വേറെ. അത് ചോദ്യം ചെയ്യപ്പെട്ടു. അംഗങ്ങളെല്ലാവരും, മിക്ക ആൾക്കാരും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മെമ്പർമാരിൽ കൂടുതൽ പേരും ഇതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ വന്നപ്പോൾ രാജിവെക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അതിന്റെ കൂടെ തന്നെ അൻസിബയുടെയും ലക്ഷ്മിപ്രിയയുടെയും ഒക്കെ വിഷയങ്ങൾ, ഇതെല്ലാം കൂടെ ആയപ്പോൾ രാജി എന്നുള്ളത് അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. വെച്ചാൽ രാജിവെച്ചിട്ടെങ്കിലും ഒളിച്ചോടിയേക്കാം. എന്നുവെച്ചാൽ കണക്ക് ബോധിപ്പിക്കണ്ടേ? ഈ കണക്ക് എവിടെ ഇരിക്കുന്നത് ബോധിപ്പിക്കാൻ? കറക്റ്റ് കണക്കല്ല. അപ്പൊ പിന്നെ രാജിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് അവിടെ തീരുമല്ലോ. ആ കണക്കിനെ പറ്റി പിന്നെ ചോദ്യം വരത്തില്ല എന്നായിരിക്കും വിചാരം. എന്തായാലും അടുത്ത ഇനി ഭരണസമിതി ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുമായിരിക്കാം. എന്നുവെച്ചാൽ ഓരോന്നിനും ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സംഘടന എന്താണെന്ന് പറഞ്ഞാലും കണക്ക് കൃത്യമായിട്ട് ബോധിപ്പിച്ചിരിക്കണം മറ്റുള്ള അംഗങ്ങളെ. ഇല്ലെങ്കിൽ അവർ രാജിവെച്ച് ഒഴിയുക എന്നുള്ളതേ ഉള്ളൂ. അതിന് എക്സ്പ്ലനേഷൻ എന്തായാലും അതിപ്പോ രാജിവെച്ച് ഒഴിഞ്ഞാലും കൊടുക്കേണ്ടി വരും. മറ്റുള്ള സംഘടനകളിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിന് തക്കതായ കാരണമുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ 1500 രൂപ കൈനീട്ടം കൂട്ടിത്തരുമെന്ന്. ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ 1500 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നത് ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് തരുമെന്നാണ് പറയുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്ന അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വമാണ് ആ പൈസ കൈനീട്ടം സ്വീകരിക്കുന്നത്. മമ്മൂക്കായി, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബസംഗമം നടത്തിയിട്ടാണ് സഞ്ജീവനി പോലുള്ള പദ്ധതിക്ക് വേറെ പണവും അക്കൗണ്ടിലുണ്ട്. ഇതുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാൻ വിടുന്നതല്ലേ. അതെ, ഞങ്ങൾക്ക് എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം? ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ പൈസക്ക് 1500 രൂപയ്ക്ക് ഒരു സ്പോൺസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. 1500 രൂപ സംഘടനയിലെ മറ്റുള്ള നിർധനരായ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്ന അംഗങ്ങൾക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നും ഒരു സ്പോൺസറെ കൊണ്ടുവന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് പൈസ ഉണ്ട്. ഉഷ തന്നെ പറയുന്നുണ്ട്, ആ അമ്മ എന്ന സംഘടനയിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസയുണ്ട്. പക്ഷെ അതിൽ നിന്നല്ല, പക്ഷെ വെളിയിൽ നിന്നൊരു സ്പോൺസർ ആണ് ഈ 1500 ആയിരുന്നു. അതിൽ നല്ല ഞങ്ങൾ പോയി തെണ്ടുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഇവർക്ക് വേണ്ടി, കലാകാരന്മാർക്ക് വേണ്ടി, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടനയാണ് ഇത്. അപ്പൊ ആ സംഘടനയ്ക്കുള്ളിൽ വരുന്ന ഫണ്ടിൽ നിന്നാണ്, അതിൽ നിന്നുമാണ് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത്. അതിന് തന്നെ പറയുന്നുണ്ട്, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ സ്റ്റേജ് ഷോകൾ നടത്തി. സ്റ്റേജ് ഷോകൾ വഴിയാണ് അവർ പൈസ കണ്ടെത്തി ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അങ്ങനെയല്ല. വെളിയിൽ നിന്നും, ഇപ്പം ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഫണ്ട് വെളിയിൽ നിന്നും
മറ്റൊരാൾ കൊടുക്കുന്നു, അതിൽ 1500 രൂപ വെച്ച് നമുക്ക് ഇപ്പൊ എല്ലാ മാസവും ഇനി 1500 രൂപ വെച്ചിട്ട് കൂട്ടി കൊടുക്കുന്നു. ആ കൂട്ടി കൊടുക്കുന്ന പൈസ എന്താണ്? വെളിയിൽ നിന്നും ഒരാൾ സ്പോൺസർ ചെയ്യുന്ന പൈസ. അപ്പം ആർക്കൊക്കെയോ മലയാള സിനിമയിലേക്ക് കടന്നു വരാനും അതിൽ കൈപ്പിടിയിൽ ഒതുക്കാനും ആരോ ശ്രമിക്കുന്നുണ്ട്. നമ്മളിതിനെ സില്ലിയായിട്ട് കളയരുത്. തീർച്ചയായിട്ടും ആ ഒരു പിടുത്തം അവരിങ്ങനെ ഈ രീതിയിൽ ഇപ്പൊ നടന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് അവര് ചെയ്യും. അതിന് കുറെ താരങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്ക് ഇനി പോകെ പോകെ മനസ്സിലാകും. അങ്ങനെ ഇതൊരു വേറൊരു തലത്തിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ അണ്ടറിലേക്ക് ഈ സിനിമാ ഫീൽഡിനെ ആക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ജാഗ്രതയായിരിക്കേണ്ടത് ഈ സിനിമാക്കാർ തന്നെയാണ്. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരണം. അങ്ങനെയുള്ള ആൾക്കാർ കടന്നു കയറുമ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകണം. അപ്പോഴല്ലേ ഇത് പബ്ലിക്കിലെങ്കിലും അറിയുന്നുള്ളൂ. ഇത് മൂടി വെച്ച അകത്ത് ഇത് വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അവരുടെ കൈപ്പിടിയിലെല്ലാം ഒതുങ്ങി കഴിയുമ്പോഴായിരിക്കും നമ്മളെല്ലാവരും അറിയുന്നത്. അതാണ് ഞാൻ അവിശ്വാസ പ്രമേയത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ജനറൽ ബോഡിക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ പിന്നെ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയുമോ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയുമോ എന്ന് ചോദിച്ചു. പറയും, ഞാനത് ചാനൽ ഞാൻ അന്ന് പറയും എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി പൊന്നു, ഈ പിന്നെ നമ്മുടെ ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മുടെ അദാനിയുടെ ഫണ്ട് നമ്മുടെ അമ്മയ്ക്ക്? അപ്പൊ അവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസം. ഇനി ഈ ഭരണസമിതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ മനസ്സിലായല്ലോ ആരാണ് ഈ മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതെന്ന്. അതിന് ഒരുപറ്റം താരങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ വേറൊരു തലത്തിലേക്ക്, ഈ മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാനുള്ള ശ്രമം അതിനെ സമ്മതിച്ചു കൊടുക്കില്ല. അത് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഈ ഉഷ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയുടെ അണ്ടറിലേക്ക് ഇത് വന്നേനെ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ഇതിപ്പോ നമ്മൾ വെളിയിൽ അറിയുന്നത്. ഇല്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ? ഇല്ല. ഇതപ്പം നേരത്തെ ഇതിന്റെ ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പലരുടെയും, ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരുടെയും സപ്പോർട്ടും. എന്ന് വെച്ചാൽ ഇതൊരു വേറൊരു തലത്തിൽ, ജാതി മത വർഗീയ തലത്തിലേക്ക് തന്നെ ഈ കോർപ്പറേറ്റുകൾ ഇതിനെ മാറ്റി എടുത്തേനെ. ഉറപ്പായിട്ടും സമ്മതിക്കാതിരുന്ന ആ മെമ്പർമാർക്കെല്ലാം നമ്മൾ നന്ദി പറയണം. സത്യം പറഞ്ഞ അൻസിബയും ഈ ഉഷയും പോലുള്ള, നീനാക്കുറുപ്പിനെ പോലുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ മലയാള സിനിമ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഈ ഹിന്ദി സിനിമയിലെ താരങ്ങളെല്ലാം അവരുടെ സിനിമാ ഫീൽഡ് തന്നെ പല കോപ്പറേറ്റീവ് കമ്പനികളും അത് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. അതിലെ മെയിൻ ആളുടെ പേരാണ് ഇപ്പോഴും പറയുന്നത്, ഇതിനകത്തും പറയുന്നത്. അവർ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്, കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു ചെറിയ ശതമാനമാണ് നമ്മുടെ കേരളത്തിലും അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴല്ലെങ്കിൽ അത് പിന്നെ ആണെങ്കിലും ഇത് നടക്കാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അമ്മയിലെ ഒരു പറ്റം ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, KB ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയം പറയുന്നു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറയുന്നു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറയുന്നു, പിഷാരടിയുടെ രാഷ്ട്രീയം പറയുന്നു, പലരുടെയും രാഷ്ട്രീയം പറയുന്നു. അവരാരും ഈ കാലയളവിൽ അവരുടെ രാഷ്ട്രീയം അമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവര് ശ്രമിക്കുന്നു, ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മനസ്സിലായോ? അത് എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും വർഗീയത കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ ദിവസം അവര്? അതെ, എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും അവര് വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാരാണ്? നമ്മൾ ആരെങ്കിലും ആണോ ചെയ്ത്? എന്തിനു വേണ്ടിയിട്ട്? അതൊന്നും അവിടെ നടക്കത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടന ഈ ഇത്രയും നാൾ 31 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാവരും ഒരേപോലെ ഒരു മതം, ഇന്ന മതം, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാരും ഉണ്ട് അവിടെ. അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് സന്തോഷത്തോടെ പോകുന്നത്. അതിനകത്തേക്ക് വർഗീയത കൊണ്ടുവരാനും അദാനിയെ കൊണ്ടുവരാനും ഇവരെന്താ ഉദ്ദേശിച്ചത്? പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് നമ്മളെ തായ്ലൻഡിൽ കൊണ്ടുപോകാൻ പോകുന്നു. അതൊക്കെയാണ് വലിയ കാര്യം? അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തീരുമാനിച്ചത്. മനസ്സിലായല്ലോ. എന്തായാലും ഉഷയുടെയും അൻസിബയുടെയും നീനാക്കുറുപ്പിന്റെ എല്ലാം ഭാഗം
ശരിക്കും കൃത്യമായിരുന്നു എന്നുള്ളത് നമുക്കിത് കേട്ടാൽ മനസ്സിലാവും. അതുപോലെ ലക്ഷ്മിപ്രിയ, ശ്വേതാമേനോൻ മോശമൊന്നുമല്ല. വീണിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അമ്മയുടെ പ്രസിഡന്റ്, ഞാൻ കറക്റ്റായിട്ടേ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിവലി വേറെയാണ്. എന്താന്ന് വെച്ചാൽ അടിയിൽ കൂടി കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടും ഇതുപോലെ അദാനിയുമായിട്ടും ഒക്കെ നല്ലൊരു കോംപ്രമൈസ് ചർച്ചകളൊക്കെ നടത്തി അവരെ കൊണ്ട് ഫണ്ട് ഉപയോഗിച്ച് മലയാള സിനിമയെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വൻപൻ പ്ലാനിങ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനിയും ശ്വേതാമേനോൻ ഇനി പ്രസിഡന്റായിട്ട് ഇനിയും വരുവാണെങ്കിൽ ഇതിൽ കൂടുതൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ശ്വേതാമേനോനെ പ്രസിഡന്റ് ആക്കാനും രാജിവെച്ച അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഇപ്പോഴും അമ്മയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും അദാനിയൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇടഞ്ഞു നിൽക്കുന്ന താരങ്ങൾക്കെല്ലാം കാശ് കൊടുത്താൽ വീഴുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും തിരിച്ച് അദാനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇനിയുള്ള സമയങ്ങളിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ അമ്മയിലേക്ക് ശ്വേതാമേനോനെയും ആ രാജിവെച്ച കമ്മിറ്റിയെയും തിരിച്ചു കൊണ്ടുവരാൻ ശരിക്കും ആരോ ശ്രമിക്കുന്നത്. കുക്കുവിന്റെ പേര് എവിടെ? കുക്കു എവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു? കുക്കു ഫ്രെയിമിലേ വന്നില്ല. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കുക്കു എല്ലാം പറഞ്ഞിട്ട്. കുക്കു പറയുന്ന മെമ്മറി കാർഡിന്റെ ഇഷ്യൂ പറഞ്ഞാലും ഞാൻ അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അമ്മയിൽ ആരെ സംരക്ഷിക്കാനാ കുക്കു പരമേശ്വരൻ ശ്രമിക്കുന്നത്? പരിശ്രമിച്ച് ഈ നാണക്കേടൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്നും പറയുന്ന കേട്ടു അതുലയെ പറഞ്ഞു വിട്ടത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി. അവരെ അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്നാണ് കുക്കു പരമേശ്വരൻ അവിടെ പറഞ്ഞത്. അങ്ങനെ പറയാൻ അവിടെ ഏത് നടന്മാരാ ചെല്ലുന്നത്? അമ്മയുടെ ഓഫീസിൽ ഒരു നടന്മാരും ചെല്ലേണ്ട ആവശ്യമില്ല. അവരവിടെ ഇതിനു മുമ്പും ഒക്കെ ചെല്ലുക, പോവുക, അവനോ ജോലി ചെയ്യുക, പോവുക. ഇവരാണ് രാത്രിയും 12 മണി, 1 മണി വരെ, 2 മണി വരെ ഒക്കെ ഇരുന്നത്. കറണ്ട് ചാർജ് പോലും ഭയങ്കര ബില്ലാ വന്ന്. കറണ്ട് ചാർജ് എന്നാ പറഞ്ഞു, ഭയങ്കര ബില്ലാ വന്നിരിക്കുന്നത്. അത് ചോദിച്ചപ്പോ അവിടെ സോളാർ ഉള്ളതാ, അതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് മറന്നുപോയി എന്നാ പറയുന്നത്. കുക്കു പരമേശ്വരൻ മീഡിയയുടെ മുന്നിലൊന്നും അധികം വന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അകത്ത് നല്ല ഗെയിം ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നുമല്ല, അവിടെയും ഈ പെണ്ണുങ്ങൾ ഒരുപാട് കൂടി നിർത്തി, നമ്മൾ ഈ പറയത്തില്ലേ ഒരുപാട് കൂടി നിർത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയുന്ന നുണ പറയും എന്നൊക്കെ നമ്മൾ പറയും. അതിനേക്കാൾ വലിയ സംഭവങ്ങളാണ് അമ്മയുടെ അകത്ത് നടന്നുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ അവിഹിതം, അവരുമായിട്ട് മിണ്ടിയാൽ ചിലപ്പോൾ ഹണി ട്രാപ്പ് ഉണ്ടാകും, മറ്റേ ആൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിഹിതം ഉണ്ടാകും. അതൊക്കെയാണ് അവിടുത്തെ മെയിൻ ചർച്ചകൾ. ഇതെല്ലാം എനിക്ക് ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ചാർജ് കൂടുന്തോറും അവിടെ ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ഈ കറണ്ട് ചാർജ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. ഇത്രയും കറണ്ട് ചാർജ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോളാറിന്റെ സ്വിച്ച് എവിടെയാണെന്ന് അറിയത്തില്ലെന്ന്. അമ്മയിൽ ഇത്രയും അംഗങ്ങളും ഒരു പ്രസിഡന്റും മെമ്പർമാരും എല്ലാം ഉള്ളതാണ്. മാസാമാസങ്ങളിൽ മീറ്റിംഗ് കൂടുന്നുണ്ട്, അവിടെ വലിയ പരിപാടികളുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ട്രയൽ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സോളാറിന്റെ സ്വിച്ച് എവിടെയാണെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? അപ്പം അതിലും എന്തോ കാശ് പിടുങ്ങാനുള്ള ഇത് മൊത്തം സാമ്പത്തികമാണ് അവിടെ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ആരോ ഇതിനകത്ത് സാമ്പത്തികം കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്വിച്ച് പോലും അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിലൊക്കെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ വമ്പൻ സ്രാവുകൾ കൈ കടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയില്ല, കുറച്ച് വർഗീയവാദികളുടെ കയ്യിൽ ചിലപ്പോൾ ഈ സംഘടന പോയി പെട്ടേനെ. അതിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രം നമ്മളിപ്പോൾ വിചാരിച്ചാൽ മതി. ക്യാമറ വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്താവശ്യത്തിനാണെന്ന് അറിയത്തില്ല. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, ഇതുവരെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളൊന്നും അവിടെ വരുന്നു, കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ഈ കമ്മിറ്റി തുടങ്ങിയപ്പോ മുതല് ഓരോ സിറ്റിങ്ങിനും ഒരാൾ 3000 രൂപ വെച്ച് വാങ്ങിച്ചു എന്ന് പറയുന്നത് എഴുതി കണക്കിലുണ്ട്. 3000 രൂപ വെച്ച് വാങ്ങിച്ചു. ട്രാവലിംഗ് എക്സ്പെൻസ് ഒരാൾക്ക് 3000 വെച്ച് എഴുതി. ഇതൊക്കെ അവിടെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അനാവശ്യ ചെലവുകളല്ലേ, നമ്മൾ സേവനമല്ലേ. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടും അമ്മയിലെ ഭാരവാഹിയായിട്ടും വരുന്നത് പണം ഉണ്ടാക്കാനും പൈസ വാങ്ങിക്കാനും വേണ്ടിട്ടാ. അതൊരു സേവനമായിട്ട് കാണണ്ടേ? ഈ ഭരണസമിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു ബിസിനസ് ആയിട്ട് കണ്ടു. 1500 രൂപ വെച്ച് ഇവർക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്ന് ഒരു സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞത് 1500 രൂപ വെച്ച് സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷെ അവിടുത്തെ സിറ്റിംഗ് ഫീസ് എത്ര വെച്ചാൽ 3000 രൂപ. ട്രാവൽ എക്സ്പെൻസ്, സിറ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ എക്സ്പെൻസ്, അതെല്ലാം കൂടെ ചേർത്തിട്ട് 3000 രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അത് ഇതിനു മുമ്പുള്ള കമ്മിറ്റികളിലൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ന പുതിയ കമ്മിറ്റിയിലാണ് ഈ പുതിയ കാര്യങ്ങളൊക്കെ ഉടലെടുത്തതെന്നാണ് ഇവിടെ ഉഷ പറയുന്നത്. അപ്പം എത്രമാത്രം രൂപ ദൂർത്തായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അവിടെ ഇരിക്കുന്നവരൊന്നും ഈ 3000 രൂപ കൊണ്ട് ജീവിക്കാൻ വന്നവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് മാത്രമായിരിക്കത്തില്ല ഇവരുടെ ബെനിഫിറ്റ്.
ഉറപ്പായിട്ടും കമ്മീഷൻ എല്ലാ കാര്യങ്ങളിലും കമ്മീഷൻ ഉണ്ടാവും. അതുപോലെ ക്യാമറ വെച്ച കാര്യം പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരി വന്നു. എനിക്ക് അങ്ങനെ ഒരാളെ അറിയാൻ കേട്ടോ. ഈ നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം കൊണ്ടുപോയി ക്യാമറ വെക്കണം ഓരോ സൈഡിലും. അങ്ങനെ ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്യാമറ വെച്ച ആളെയൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഭയങ്കര കഥയാ, ചിരിച്ച് ഊപ്പാട് വരും. എന്താണെന്ന് വെച്ചാൽ ഞാനെന്തോ ഒരു വലിയ സംഭവമാണ്, ഞാനിവിടെ ഒരു CBI അന്വേഷണമൊക്കെ നടത്തുന്ന പോലെയൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു രസം. അതൊക്കെ വേറൊരു വീഡിയോയിലൊക്കെ നമുക്ക് ചില സമയത്ത് നമുക്ക് പറയേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് പറയാം. പല കാര്യങ്ങളിലും ഉം. എല്ലാവരും അത് അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഈ ഭരണസമിതി കണ്ടു. ഉം. കുടുംബസംഗമം നടത്തിയപ്പോൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഈ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കൊണ്ടുവരാം, ഇത്ര ശതമാനം കമ്മീഷൻ എടുക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. കാരണം മറ്റൊന്നുമല്ല, ആവശ്യമുള്ള ആൾക്കാർക്ക് ആരെ വേണേലും സ്പോൺസറായിട്ട് കൊണ്ടുവരാം, പക്ഷെ അതിൽ ഞങ്ങൾ കമ്മീഷൻ തരാമെന്ന് അവിടെ കമ്മിറ്റിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതുവരെയും ഒരു കമ്മിറ്റിയിൽ, അമ്മയുടെ ഒരു കമ്മിറ്റിയിലും പറയാത്ത കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മമ്മൂട്ടി, മോഹൻലാലും ഇന്നസെന്റും ഒക്കെ ഇരുന്ന സമയത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഈ അമ്മ സംഘടനയിൽ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഓരോന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കമ്മീഷൻ വ്യവസ്ഥ വന്നുകൊണ്ടായിരിക്കാം അവിടെ ഒരു അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് ഒക്കെ സ്വീകരിക്കാൻ, അല്ലെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്നൊക്കെ ലക്ഷ്മിപ്രിയ ചോദിച്ചത്. കാരണം ലക്ഷ്മിപ്രിയക്ക് ചിലപ്പോൾ അതിനകത്ത് കമ്മീഷൻ കാണും, അവിടെ പലർക്കും ചിലപ്പോൾ കമ്മീഷൻ കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ കുറച്ചു പേര് അങ്ങനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞതും അൻസിബയെ തള്ളി പറഞ്ഞതും. അപ്പോൾ അവിടെ കമ്മീഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇപ്പൊ സത്യങ്ങളെല്ലാം ഏകദേശം വെളിയിലേക്ക് വരുന്നുണ്ട് ഓരോന്നായിട്ട്. എന്തായാലും ഉഷ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും. വളരെ മോശമാണ്. കല്യാണം പോലും കഴിക്കാത്ത അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, 32 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് പിന്നെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയനല്ലോ. നിങ്ങൾ അവരുടെ പ്രശ്നം ഞങ്ങൾ തീർത്തു കൊടുത്തേനെ. അൻസിബയും വിളിച്ചോണ്ട് പോയി ഇവര് ഒരു മേശയുടെ ചുറ്റും ഞങ്ങള് ലക്ഷ്മിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി ഞങ്ങൾ സംസാരിച്ച് തീർത്തു കൊടുക്കാവുന്ന ഒരു വിഷയമായിരുന്നു അത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എന്താ പറയാ, അങ്ങാടി തോറ്റേൻ അമ്മയോട് എന്ന് പറയുന്നത് പോലെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം, ആരെ അപമാനിക്കാം എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. മനസ്സിലായി? എത്ര സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുമാണ് 2-3 ദിവസമായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ്, പക്ഷെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിക്കുകയും കഥകൾ ഉണ്ടാക്കുകയും കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. അൻസിബയെ കുറിച്ച് 2-3 ദിവസമായിട്ട് നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്, ഏതൊക്കെ ഇടത്തെ പോയി അവിഹിതം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി കളഞ്ഞു. അതുപോലെ താടിയും മൈശയും വെച്ച ഒരാളെ എപ്പോഴും പുറയിലാന്ന് പറയുന്നത് വെച്ചാൽ അവരവരുടെ പേഴ്സണൽ സ്പേസിൽ വരെ കടന്നു കയറി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി ഈ ലക്ഷ്മിപ്രിയ. പക്ഷെ അൻസിബ ഇതൊന്നും ചെയ്തിട്ടില്ല. അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നെന്നും അമ്മ എന്ന സംഘടനയിൽ നടന്ന കാര്യങ്ങൾ എന്തായിരുന്നെന്നും നമുക്ക് ഇപ്പോഴും മനസ്സിലാവും. അപ്പൊ അൻസിബയോട് നമുക്ക് ഇപ്പോഴും അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ആ അമ്മ എന്ന സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആർക്കോ വേണ്ടി, ഏതോ കോപ്പറേറ്റീവ് കമ്പനിക്ക് വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടിയായിരുന്നു. കമ്മീഷൻ വ്യവസ്ഥയിൽ പൈസ അടിക്കാനുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അൻസിബയെ അതുപോലെ ഹരാസ് ചെയ്തിരുന്നു എന്നുള്ളതും സത്യമാണ്. ചെന്ന സമയം മുതൽ അൻസിബയെ ടാർഗറ്റ് ചെയ്ത് അൻസിബയുടെ റൂം മാറ്റി, അൻസിബയ്ക്ക് ജോയിന്റ് സെക്രട്ടറിക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി, അത് മാറ്റി ട്രഷറർക്ക് കൊടുത്തു. അവളത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ അവിടെ ആദ്യത്തെ അവളെ കുറിച്ച് അവിഹിതം പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ പ്രാവശ്യം അവളവിടെ ചെല്ലുമ്പോൾ ഇവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അവിടെ വരുത്തി, ആ ആർട്ടിസ്റ്റിനെ അവിടെ വരുത്തി കൂട്ടിച്ചോദ്യം. ഒരു അമ്മയുടെ ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അവൾ പരാതിയായിട്ട് ഈ ശ്വേതാ മേനോന്റെ അടുത്ത് പിന്നെ പോലീസ് കേസ് ആയല്ലോ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള. ആ പോലീസ് കേസ് പോലീസ് സ്റ്റേഷനിലായി, നിങ്ങൾ തീർത്തു തരണോന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങോട്ട് വാ, ഓഫീസിലേക്ക് വാ, നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ചെയ്ത് വിടേണ്ടതിന് പകരം അത് ചെയ്തില്ല. ഇത് അമ്മ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന ഗൂഗിൾ മീറ്റിൽ ലക്ഷ്മിപ്രിയ ആദ്യം തന്നെ ശ്വേതയ്ക്ക് താങ്ക്സ് പറയാ. എന്റെ ഈ പോലീസ് കേസിൽ ശ്വേത ചേച്ചിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന്. അപ്പോൾ ഒരു പ്രസിഡന്റ് ഇടപെടത്തില്ല എന്ന് പറഞ്ഞ കേസിൽ ഈ പിന്നെ ലക്ഷ്മിപ്രിയക്ക് അനുകൂലമായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? അതിനുശേഷം കുടുംബസംഗമം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് അവള് രാജി എഴുതി കൊടുത്തത്. അപ്പോഴാണ് അവൾ രാജി എഴുതി കൊടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് മുഴുവനും അമ്മയിലെ മറ്റേ വിഷയങ്ങളാണ്. ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
രണ്ട് സ്ത്രീകൾക്ക് നീതി മേടിച്ചുകൂടാ, അവരുടെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഇവരെങ്ങനെ ഇത്രയധികം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അംഗങ്ങളായിട്ടുള്ള അമ്മയില്. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അൻസിബ രാജിവെക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഇവരെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശ്വേതാമേനോൻ പറഞ്ഞത് ഞാൻ ഈ രണ്ടുപേരുടെയും വിഷയങ്ങൾ ഇടപെടുന്നില്ല, അവരായിട്ട് തീർത്തോട്ടെ എന്ന് പറഞ്ഞ ശ്വേതാമേനോൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ട് ചെയ്തു. ആ ലക്ഷ്മിപ്രിയ സപ്പോർട്ട് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്തോ ചെയ്തു? ലക്ഷ്മിപ്രിയയ്ക്ക് ബുദ്ധി കൂടുതലായതുകൊണ്ട് ഗൂഗിൾ മീറ്റ് നടന്നപ്പോൾ ആദ്യമേ ശ്വേതാമേനോന് താങ്ക്സ് പറഞ്ഞിട്ട് എന്നെ ഈ കേസിൽ നിന്ന് ഊരിയത്, എന്നെ സഹായിച്ചതും ഒക്കെ ഈ ലക്ഷ്മിപ്രിയ ആണെന്ന് അങ്ങ് തുറന്ന് പറയുകയും ചെയ്തു. അത് കാരണമാണ് അവിടെ അൻസിബ രാജിവെക്കുന്നത്. അപ്പോൾ ഈ ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയയും ഈ പറയുന്ന ടിനി ടോമും തമ്മിൽ നല്ല കണക്ഷൻ ആണെന്നും ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതും ഈ അമ്മ എന്ന സംഘടനയെ ചിലപ്പോൾ ഇവർ വിറ്റേനെ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. കാരണം അൻസിബ പറഞ്ഞ ഓരോ വിഷയങ്ങളും സത്യമാണ്. ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്വേതാമേനോൻ വരുന്നു, ശ്വേതാമേനോൻ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷ്മിപ്രിയ വരുന്നു, അങ്ങനെ ലക്ഷ്മിപ്രിയയും ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ശ്വേതാമേനോൻ വരുന്നു. എന്തൊക്കെയായിരുന്നു! അപ്പോൾ ഇവരെല്ലാരും കൂടി ചേർന്നുള്ള വലിയൊരു പ്ലാനിങ് ആയിരുന്നു അൻസിബയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്, അൻസിബ രാജിവെച്ചു. പക്ഷെ അൻസിബ രാജിവെച്ചിട്ടും വിട്ടില്ല, ഇതിനെ മൊത്തത്തിനെയും കൊണ്ടേ പോകും, ഞാൻ പോയാൽ നിന്നെയും കൊണ്ടേ പോകും എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് കേട്ടില്ല. അതുപോലെ അൻസിബ രാജിവെച്ചപ്പോൾ അൻസിബ എന്ത് ചെയ്തു? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെ എല്ലാം രാജിവെപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല വർഗീയവാദികളുടെയും കയ്യിലായി പോയേനെ. ഞാൻ ഇന്നലെയൊക്കെ കേട്ടത് രാജിവെച്ച് പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ രാജിവെച്ച് പോയവരെ കൊണ്ടുവരാനാണ് ഇതിന് മുൻപ് രാജിവെച്ച് പോയവരെയും കൂടെ കൊണ്ടുവരണ്ടേ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? അതെ. അപ്പൊ ഒരേപോലെ രണ്ടുപേര് ഒരു പന്തലിൽ രണ്ട് സദ്യ വിളമ്പുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അതിജീവിതം ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കൊണ്ടുവരേണ്ട, ആദ്യം അവരെയാ കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ടുവരുന്നെങ്കിൽ. പക്ഷെ ലക്ഷ്മിപ്രിയയെ കൊണ്ടുവരാൻ അവിടെ സ്ത്രീകൾ ആരും സമ്മതിക്കത്തില്ല എന്നാണ് ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ലക്ഷ്മിപ്രിയ ഇനി ഞങ്ങൾക്ക് അവിടെ കൊലപാതകം നടക്കും, ഇനി അമ്മ സംഘടന കൊലപാതകം വരെ നടക്കും. അപ്പം ഭരണസമിതിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ കോപ്പറേറ്റീവ് കമ്പനിയുടെയും ഈ പറഞ്ഞ അദാനിയുടെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കാം. എന്ന് വെച്ചാൽ മലയാള സിനിമയെ മൊത്തമായിട്ട് അവർ കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവിടെയും അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആര് വന്നാലും ശരി ലക്ഷ്മിപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അവിടെ കൊലപാതകം നടക്കുമെന്നാണ് പറയുന്നത്. അവിടെയുള്ള ഒരു സ്ത്രീകളും അതിനെ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം സ്ത്രീകൾക്ക് ലക്ഷ്മിപ്രിയയോടെ എതിർപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ശ്വേതാമേനോന് പക്ഷെ അതിൽ എതിർപ്പ് കാണത്തില്ല. ഇത് ശ്വേതാമേനോനാണല്ലോ ഇവരുടെയൊക്കെ ഗാർഡിയൻ. എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതനുസരിച്ച് ശ്വേതാമേനോൻ ലക്ഷ്മിപ്രിയ അതുപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മിപ്രിയക്ക് വരുന്നതിൽ ശ്വേതാമേനോന് അതിനകത്ത് ബുദ്ധിമുട്ട് കാണത്തില്ലായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഉഷ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉഷ പറഞ്ഞത് അവിടെ ലക്ഷ്മിപ്രിയ എങ്ങാനും വന്നാൽ അവിടെ വലിയ അടിയും ആശം തണ്ണിപ്പൊക്കം നടക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ എന്തായാലും ഈ അമ്മ എന്ന സംഘടനയിൽ രഹസ്യമായ പല അജണ്ടകളും അവിടെ നടന്നിട്ടുണ്ട്. പല കോപ്പറേറ്റീവ് കമ്പനികളും പലരും സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഈ പറഞ്ഞ അമ്മയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അൻസിബയുടെ ആ ഒറ്റയാൾ പോരാട്ടത്തിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് അൻസിബയോട് ഇവർക്ക് ഇനിയും വാശി കൂടത്തേ ഉള്ളൂ. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും കുരുക്കാൻ മാത്രമേ ഇവർ ശ്രമിക്കുകയുള്ളൂ. എന്തായാലും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിജീവിതയും കൂടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പുതിയ പ്രസിഡന്റ് ഒക്കെ നിലവിൽ വന്നപ്പോൾ അതിജീവിതയെ എത്രയും വേഗം ചർച്ചയ്ക്ക് വിളിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിച്ചിട്ടൊക്കെ പോയതാണ്. പിന്നെ അതൊന്നും നടന്നില്ലെന്നല്ല ഇവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ താല്പര്യമില്ല, ഈ പുതിയ ഭരണസമിതിക്ക് അതിൽ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഒരാൾക്ക് ഒരു നിയമം, മറ്റൊരാൾക്ക് മറ്റൊരു നിയമം. എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മ എന്ന സംഘടനയെ, ഈ സിനിമാ മേഖലയെ മൊത്തത്തിൽ ഒരു വിൽക്കാനുള്ള ഒരു പ്ലാൻ തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അദാനിയെ പോലുള്ള വലിയ വലിയ ടീമുകളൊക്കെ ഇതിനകത്ത് കൈകടത്തി കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും ഉഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. എനിക്കിതിൽ നിന്നും വ്യക്തമായ കാര്യം, ഈ ഉഷയും ഈ പറയുന്ന നീനാക്കുറുപ്പ്, അതുപോലെ തന്നെ മലാപാർവതി, അതുപോലെ തന്നെ അൻസിബ, ഇവരൊക്കെ ചെയ്ത കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. കേരളത്തിലെ സിനിമാ മേഖലയെ രക്ഷപ്പെടുത്തി എന്ന് വേണം
നമുക്ക് വിചാരിക്കാൻ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട്. ഇനി മുന്നോട്ടുള്ള നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഇവർ തന്നെ തിരിച്ചു വന്ന് ഭരണസമിതി ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും. എന്നാലും അവിടെ നല്ല കുറച്ച് മെമ്പർമാർ ഉള്ളത് കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവരെയും ഇതുപോലുള്ള പല കേസുകളിലും എതിർപ്പോലും പറയുവാണെങ്കിൽ പല രീതികളിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൈ കടത്താം. കോപ്പറേറ്റീവ് കമ്പനി ആകുമ്പോൾ നമുക്കറിയാം അവർ ഏത് തലം വരെയും പോകും അവരൊരു കാര്യം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. എന്തായാലും അമ്മയിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമത്തിനുള്ള പിന്തുണയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.